തിരൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ് ഉണ്ണിയാൽ. തിരൂരിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബസ് സർവീസ് ഉള്ളത് ഉണ്ണിയാൽ കൂട്ടായി ഭാഗത്തേക്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പ്രദേശം എന്ന നിലക്കും ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുള്ള എന്ന നിലക്കും, അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ജില്ലയിൽ വളരെ വിപ്ലവകരമായ കുതിപ്പിന് തുടക്കം കുറിക്കുന്ന ഉണ്ണിയാലിൻ്റെ ബീച്ചുകൾ വളരെ സജീവമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനപ്പുറത്തെ പടിഞ്ഞാറക്കരയൊക്കെ അതിനുണ്ടെങ്കിലും ഉണ്ണിയാൽ ബീച്ചിൽ വമ്പിച്ച ഒരു വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ 50 വർഷമായിക്കൊണ്ട് ഉള്ള ഉണ്ണിയാൽ പാലം, അത് എൻ്റെ അനുഭവത്തിൽ, ഒരു നാട്ടുകാരെന്നുള്ള എൻ്റെ അനുഭവത്തിൽ പിന്നെ റിപ്പയറൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ വാർദ്ധക്യ സഹജമായ രോഗം വന്ന് അത് കേടായിരിക്കുകയാണ്. അപ്പോൾ അത് പൂട്ടാൻ, അത് പാലം ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയാണെന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, വളരെ അനിവാര്യവുമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പാലം പണി പൂർത്തീകരിച്ച് ഇവിടെ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഒരു മേഖല തന്നെ ഈ അനിശ്ചിതമായി ഇത് നീട്ടിക്കൊണ്ടുപോയാൽ തീർത്തും ഇല്ലാതാവുന്ന തരത്തിലേക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ അധികാരികൾ സത്വരമായ നടപടികൾ സ്വീകരിച്ച് ഈ പാലം പണി ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന പറയോടൊപ്പം തന്നെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് ബദൽ മാർഗവും സ്വീകരിച്ചുകൊണ്ട് മുന്നേറണം. ഇതൊരു വലിയ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ആവരുത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ വികസനങ്ങളാണ് NH-ൻ്റെ റോഡിലൊക്കെ. അവിടെ ഒന്നും യാതൊരുവിധ പ്രയാസവും ഉണ്ടാകാത്ത പോലെ തന്നെ ഈ പാലം പണി നമ്മുടെ യാത്രക്കാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ഉള്ള ഒന്നുകൂടി ആവണം. എന്തായാലും ഏറ്റവും പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ പാലം പണി പൂർത്തീകരിക്കണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് പറയാനുള്ളത്.